ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ എൻകംബറൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സൈറ്റ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. എൻകംബറൻസ്, സർട്ടിഫൈഡ് കോപ്പി, അതുപോലെ മാര്യേജ് രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് നമുക്ക് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് കാണുമ്പം തന്നെ മനസ്സിലാകും. പക്ഷേ പുതിയതായിട്ട് ആദ്യമായിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ എടുക്കുന്നവർ നമ്മുടെ ഈ വീഡിയോ നോക്കിയതിന് ശേഷം ഈ സൈറ്റിൽ കയറുമ്പോൾ ചെറിയ ഡിഫറൻസ് കാണും. അപ്പോൾ അവർക്ക് ഡൗട്ടാണ്, ഇത് ഞാൻ പറഞ്ഞ എന്താണ്, ഈ സൈറ്റ് തന്നെ അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഡൗട്ടുകൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചില അപ്ഡേഷനുകൾ വരുത്താറുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം വരുന്ന അപ്ഡേറ്റ് ആണത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ അത് കാണില്ല, കാരണം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷമായിരിക്കും ആ അപ്ഡേഷൻ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില അപ്ഡേഷനുകളൊക്കെ ഈ രജിസ്ട്രേഷൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ അപ്ഡേഷൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. എന്നാലും പല ആൾക്കാർക്കും പല ഡൗട്ടുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം എന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ നേരത്തെ തന്നിരുന്നത് registration.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റ് അഡ്രസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ആ രജിസ്ട്രേഷൻ്റെ സൈറ്റിൽ കയറുമ്പോൾ അതിൻ്റെ തുടങ്ങുന്നത് PEARL.registration എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ സൈറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ PEARL ഇങ്ങനെയൊന്നും ക്ലിക്ക് കൊടുക്കണമെന്നില്ല. ഗൂഗിളിൽ നമുക്കിവിടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ കൊടുക്കുമ്പം തന്നെ ഇതാ ഗവൺമെൻറ് ഓഫ് കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പഴയ അതേ സൈറ്റ് തന്നെയാണ് ഇതിൻ്റെ മുമ്പിൽ ഈ ഒരു PEARL എന്നുകൂടി വന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു മാറ്റം ഇത് കുറച്ച് നാളുകളായി. അപ്പോൾ സൈറ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, പണ്ട് ഞാൻ പറഞ്ഞ അതേ സൈറ്റ് തന്നെയാണ്, അത് ചെറിയൊരു മാറ്റം വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഈ സ്റ്റാറ്റസ് നോക്കുന്നത്, ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിരുന്നു. ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നേരത്തെ നമുക്ക് എൻകംബറൻസ് എന്നും പറഞ്ഞുകൊണ്ട് ട്രാൻസാക്ഷൻ ID ഓർ ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു P എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. അത് എൻകംബറൻസിന് മാത്രമായിട്ടാണ്. എൻകംബറൻസ്, സർട്ടിഫൈഡ് കോപ്പി, ഇതിങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനായിട്ടായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ അധികം കാലങ്ങളായിട്ട് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് EC ഡോക്യുമെൻ്റ്, LC, CC, മാരേജ് എല്ലാം കൂടെ ഒറ്റ സ്റ്റാറ്റസ് ആയിട്ട് ഒരു അപ്ഡേഷൻ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ നോക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ID കൂടെ നമ്മളിവിടെ എൻകംബറൻസ് ആണെങ്കിൽ P. അപ്പോൾ നമ്മുടെ ആ ട്രാൻസാക്ഷൻ ID കൂടെ നേരത്തെ നമ്മൾ ആ ലെറ്റർ എന്താണോ അത് ടൈപ്പ് ചെയ്യേണ്ടിയിരുന്നില്ല. ഇപ്പം നമ്മളെ എൻകംബറൻസ് ആണ് നോക്കുന്നത്, PALC ആണെങ്കിൽ അതിൻ്റെ ആ നമ്പറിന് തൊട്ട് മുമ്പിലുള്ള ലെറ്ററും കൂടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് സ്റ്റാറ്റസ് കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഒരു വ്യത്യാസം പറയുന്നത്. അത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് ഫുൾ ട്രാൻസാക്ഷൻ ID ടോക്കൺ നമ്പർ ഇൻ ദ എബോവ് ഫീൽഡ്, ഫസ്റ്റ് ആൽഫബറ്റ് PET മസ്റ്റ് ബി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആ നമ്പറിൻ്റെ കൂടെ ഈ ആൽഫബറ്റ് നമ്പരും കൂടെ ഏതാണോ അതും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പിന്നീട് വന്നൊരു മാറ്റം. അതായത് ഇതൊക്കെ വന്നിട്ട് കുറേ അധികം കാലങ്ങളായി. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടെങ്ങാണ്ടാണ് ഈ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടത്. അന്ന് ഇങ്ങനെ ഇല്ലായിരുന്നു. അന്ന് എൻകംബറൻസ് സ്റ്റാറ്റസ്, മാരേജ് സ്റ്റാറ്റസ്, സർട്ടിഫൈഡ് സ്റ്റാറ്റസ് അങ്ങനെ പറഞ്ഞാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് എൻകംബറൻസ് സ്റ്റാറ്റസിൻ്റെ ടോക്കൺ നമ്പറിൻ്റെ കൂടെ ഓൾറെഡി ആ P ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ P ടൈപ്പ് ചെയ്യാതെ ലെറ്റേഴ്സ് മാത്രം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ഒരു ലിങ്കിൽ വന്നതുകൊണ്ടാണ് ആ ആൽഫബറ്റിക് നമ്പർ കൂടി ടൈപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ ആണ്. അപ്പോൾ ഈ സൈറ്റ് അഡ്രസ്സ് വന്നത്, ഈ സ്റ്റാറ്റസ് നോക്കുന്ന കാര്യം വന്നത്, ഇതൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പോൾ എൻകംബറൻസ് ആപ്ലിക്കേഷൻ ഫോർ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു.
അപ്പം ഇത് ഇടയ്ക്ക് വന്ന ഒരു മാറ്റമായിരുന്നു, പിന്നീട് അത് അവർ വേണ്ടാന്ന് വെച്ചു. ആർ യു അപ്ലൈയിങ് ഫോർ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്? ഇങ്ങനെ ഒരു ചോദ്യം പണ്ട് ഞാൻ ചെയ്ത വീഡിയോയിലില്ല, അതിനുശേഷമാണ് ഇങ്ങനെ വന്നത്. അപ്പം നമ്മൾ യെസ് കൊടുക്കണം. പിന്നെ ഉള്ളത് ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേഷനാണ്. അപ്പം ഇത് പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു, അതിൽ ഈ ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അതും കഴിഞ്ഞ് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റർ ദ ആപ്ലിക്കൻ്റ് മൊബൈൽ നമ്പർ എന്നും പറഞ്ഞ്, അതിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേഷനാണ്. അപ്പം നേരത്തെ നമ്മൾ ആദ്യം വെറുതെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുക്കുക, കയറുക, ആപ്ലിക്കേഷൻ വെക്കുക, അങ്ങനെയായിരുന്നു. അതിനുശേഷം ആർ യു അപ്ലൈയിങ് ഫോർ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് യെസ് ഓർ നോ എന്നുള്ള ലിങ്ക് വന്നു. അത് നമ്മൾ യെസ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കയറി നമ്മൾ ആപ്ലിക്കേഷൻ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആപ്ലിക്കേഷൻ വയ്ക്കുന്ന രീതികളെല്ലാം സെയിം തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ ഞാൻ ആപ്ലിക്കേഷൻ ഫോർ ദ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നേരെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുന്നു, അതായിരിക്കും നിങ്ങൾ കാണുക. അതിനുശേഷം വന്ന ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇത്. എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ടാണോ യെസ് കൊടുക്കുന്നു. അപ്പം ഞാൻ രണ്ടാമത് ചെയ്ത അപ്ഡേഷനകത്ത് അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മൂന്നാമതും പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ വെക്കാൻ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളോട് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുക. അപ്പോൾ ആ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാപ്ചയോടെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് OTP കൊടുത്തു കഴിയുമ്പം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP പോകും. ആ OTP നമ്മൾ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ വെക്കാനുള്ള ആ ഒരു ഫോം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് വന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് തോന്നുമായിരിക്കും ഞാൻ എന്താണ് അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്, ഇതെന്താണ് ഞാനത് ഇങ്ങനെ ഫസ്റ്റ് മുതലേ രജിസ്ട്രേഷൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്തു, എൻകംബറൻസ് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ബോക്സ് കാണുന്നില്ലല്ലോ എന്ന് പലർക്കും ഡൗട്ട് വരാം. അന്ന് ആ ഒരു ഫോർമാറ്റ് അല്ലായിരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇന്നിതായതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, OTP അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വന്നിരിക്കും. ആ OTP തിരിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതിൽ നമുക്ക് പഴയ അതേ മെത്തേഡിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില മാറ്റങ്ങളാണ്. അത് നമ്മുടെ സർക്കാർ സൈറ്റുകളിലൊക്കെ ഇങ്ങനെ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ തന്നെ നമുക്ക് അപ്ഡേറ്റ് കൊടുത്ത് ചെയ്യുന്ന രീതി ഇടയ്ക്കൊന്ന് വന്നിരുന്നു. വീണ്ടും അവർ ആ ഓപ്ഷൻ ഡിസേബിൾ ആക്കിയിട്ടിരുന്നു. വീണ്ടും അത് എനേബിൾ ആണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കൻ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ അപേക്ഷ വെക്കുന്ന ആളുടെ ഇപ്പം എനിക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഞാനിനി വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കുവാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ തന്നെ വെക്കണോ എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേറെ പരിചയക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്തും കൊടുക്കാം. അപ്പം ചെയ്യുന്നവരുടെ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് ആക്റ്റീവ് ആയിരിക്കണം, അതിലേക്ക് OTP വരും, ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഇതിനകത്ത് വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ എൻകംബറൻസ് അതായത് രജിസ്ട്രേഷൻ സൈറ്റിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഒന്ന് സൈറ്റ് അഡ്രസ്സിൽ ചെറിയൊരു മാറ്റം വന്നു. അതൊക്കെ കുറേ അധികം നാളായിട്ട് അങ്ങനെ ഉള്ളതാണ്. അപ്പം ഞാൻ ഇതൊക്കെ പൊതുവെ ഇങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ സൈറ്റ് ഇങ്ങനെ കയറി വരും. നമ്മളിങ്ങനെ സൈറ്റ് അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അപ്ഡേഷനൊന്നും വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാഞ്ഞത്. അപ്പോൾ ഇവിടെ സൈറ്റ് അഡ്രസ്സ് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ID ഇങ്ങനെ കയറി വന്നുകൊള്ളും. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം PARL.registration.kerala.gov.in ആണ് കേരള രജിസ്ട്രേഷൻ്റെ സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് കോപ്പി, ആപ്ലിക്കൻ്റ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, പ്രിൻ്റ് ആപ്ലിക്കേഷൻ, വെരിഫിക്കേഷൻ, ഇതൊക്കെ പഴയ മെത്തേഡ് തന്നെയാണ്. അതുപോലെ മാരേജ്, ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും ഒക്കെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതും ഒക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പം ആ മാരേജ് ആണെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ,
അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സൈറ്റിൽ പുതുതായിട്ട് വന്ന അപ്ഡേഷനുകൾ. ഞാൻ 2 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടിരുന്നു. ആദ്യം ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ സർട്ടിഫൈഡ് കോപ്പി. അന്നത്തെ അതേ മെത്തേഡ് ഞാൻ ചെയ്തിട്ടിരുന്നു. പിന്നീട് ചെറിയൊരു മാറ്റം വന്നപ്പോൾ അതെന്താണ് മാറ്റം വന്നത് എന്ന് കാണിച്ച് ഞാൻ പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ചിലപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച ഫോൺ നമ്പരൊക്കെ ചിലപ്പോൾ ഇപ്പം ഞാനിത് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഫോൺ നമ്പരൊന്നും ചോദിച്ചില്ല എന്ന് വരും. അതുപോലെ മാരേജിൻ്റെതൊക്കെ സെയിം തന്നെയാണ്. മാരേജിൻ്റേത് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് മാരേജിൻ്റെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ലിങ്ക് ഇത് ചോദ്യമില്ലായിരുന്നു. അതിനുശേഷം വന്നതാണ് ന്യൂ ആപ്ലിക്കേഷൻ ആണോ അത് പാർഷ്യലി എൻഡേഡ് ആപ്ലിക്കേഷൻ ആണോ. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ മാരേജ് ചെയ്യുമ്പോൾ എൻ്റെ ആ മാരേജിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മാരേജ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് സീലും ചെയ്യിപ്പിച്ച് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ ചെയ്യിപ്പിച്ച് നമ്മൾ തിരിച്ച് ആ ഫോം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഈ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ ഒന്നേന്ന് ചെയ്യുമ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കും. രണ്ടാമത് നമ്മൾ സ്കാൻ ചെയ്ത്, അതായത് ഫോം എടുത്ത് നമ്മൾ സീലും സൈനും ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരം നമ്മൾ പാർഷ്യലി എൻഡേഡ് ആപ്ലിക്കേഷൻ കൊടുക്കും. ഈ 2 ലിങ്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. പാർഷ്യലി ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയായിരുന്നു വെച്ചിരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ആപ്ലിക്കേഷൻ നമ്പരും ബ്രൈഡ് ഗ്രൂമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തിട്ട് ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് അതിൽ കയറിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതിയാവും. വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു വ്യത്യാസം വന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ നേരം നമ്മളോട് ന്യൂ എൻകംബറൻസ് പുതിയതായിട്ട് അപേക്ഷ വെക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യേസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളോടൊരു മൊബൈൽ നമ്പർ അവർ ചോദിക്കുന്നു എന്നുള്ളതാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുമ്പം ഞാൻ അതിൻ്റെ എല്ലാം പുതിയ വീഡിയോസുമായിട്ട് ഇനിയും എത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.